പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗത്തിൽ തന്നെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി. പകൽ വീട് പുനരാരംഭിക്കൽ, MCF പ്രവർത്തനം കാര്യക്ഷമമാക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരെ നിയമിക്കൽ, പദ്ധതി പ്രവർത്തനം 100% നടപടി സ്വീകരിക്കൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ഭരണസമിതി തുടക്കം കുറിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ആദ്യ യോഗത്തിൽ തന്നെ ജനകീയ തീരുമാനങ്ങളെടുത്ത് ശ്രദ്ധ നേടുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ദിവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ജനകീയവും ജനോപകാരപ്രദവുമായ നിരവധി തീരുമാനങ്ങളെടുത്തത്. നേരത്തെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തദ്ദേശ ജനപ്രതിനിധികൾ പ്രവർത്തനം പഠിക്കാനായി എത്തിയ പകൽ വീട് ലെജൻസ് ക്ലബ്ബ് പുനരാരംഭിക്കുവാനും, നോർത്ത് കാരശ്ശേരി മാടാമ്പുറത്ത് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുവാനും, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിനായി MCF പ്രവർത്തനം കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. 5 വർഷം മുന്നേ സംസ്ഥാനത്തിനാകെ മാതൃകയായി പുറത്തെ പഞ്ചായത്തുകൾ പോലും പഠിക്കാനായി വന്നിരുന്ന നമ്മുടെ ലെജൻസ് ക്ലബ്ബ് പകൽ വീട് നെല്ലിക്കാവറമ്പിൽ നമുക്കൊക്കെ അറിയാം, അത് പുനഃസ്ഥാപിക്കാനും അതേപോലെ കോടത്തെരുവിലുള്ള ടേക്ക് എ ബ്രേക്ക് അടിച്ചുകൂട്ടി കിടക്കുകയാണ്. അത് മറ്റു പഞ്ചായത്തുകളിലൊക്കെ അത് നടക്കുന്നത് പോലെ ടേക്ക് എ ബ്രേക്ക് പുനഃസ്ഥാപിക്കാൻ നമ്മുടെ MCFൻ്റെ പ്രവർത്തനവും ശോചനീയമായ അവസ്ഥയിലാണ്. അതിന് പരിഹാരം കാണുക. അതേപോലെ ഹെൽത്ത് സെൻ്ററിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് ഫാർമസിസ്റ്റുമാരില്ല, ലാബ് ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളത്. ഇതിന് അടിയന്തരമായിട്ട് അവിടെ ട്രെയിനീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അശാസ്ത്രീയമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ടർഫിൻ്റെ നിർമ്മാണത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ ഈ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കും. ബഡ്സ് സ്കൂൾ പ്രവർത്തനം കാര്യക്ഷമമാക്കും. തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ്, ഫാർമസി എന്നിവയിൽ ട്രെയിനീസിനെ നിയമിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കും. 2025-2026 വർഷത്തെ പദ്ധതി പൂർത്തിയാക്കാൻ ഇനി 2.5 മാസം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ നിലവിൽ പദ്ധതി പ്രവർത്തനം 33% മാത്രമാണ് പൂർത്തിയായത്. മാർച്ച് 31-നകം 100% പദ്ധതി പൂർത്തിയാക്കാനാവശ്യമായ നടപടികളും സ്വീകരിക്കും. മലയോര മേഖലയിലെ നിരവധി പേർക്ക് ഉപകാരപ്രദമാവുന്ന ഓടത്തെരുവിലെ ഗ്യാസ് ശ്മശാനത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്കായി സമർപ്പിക്കും. പഞ്ചായത്തിലെ കായിക രംഗത്ത് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെ 2-ാം വാർഡിലെ മുണ്ടിത്തോട് മിച്ചഭൂമിയിലെ പകുതി സ്ഥലം കളിസ്ഥലം നിർമ്മിക്കാനായി വിട്ടു നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചതായും പദ്ധതികളെല്ലാം സുഗമമായി നടപ്പാക്കാൻ V. മോയ് ഉപാധ്യക്ഷനായി ആസൂത്രണ സമിതി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തതായും ഭരണസമിതി അറിയിച്ചു. പ്രധാനപ്പെട്ട ഇന്ന് അടിയന്തരമായിട്ട് ചേരാനുണ്ടായ മറ്റൊരു കാര്യം, നമ്മുടെ പദ്ധതി പ്രവർത്തനം 33% മാത്രമേ ആയിട്ടുള്ളൂ. പഞ്ചായത്തിന് ഏതാനും 1-2 മാസം മാത്രമേ ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ 35-ന് ചോടെയാണ് നിലവിലുള്ളത്. അപ്പോൾ അടിയന്തരമായി ഞങ്ങൾ പഞ്ചായത്ത് ബോർഡ് വന്ന സമയത്ത് തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരുടെ യോഗം ചേർന്ന് ചില നടപ്പിലാവാത്ത പദ്ധതികളിൽ ഭേദഗതി വരുത്തുകയും പുതിയ പദ്ധതി കൊണ്ടുവരാനും ഒക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അടിയന്തരമായി നമുക്ക് പരമാവധി 100%-ലേക്ക് എത്തിക്കാൻ, പദ്ധതി വിനിയോഗം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടക്കം കൂടെയായിരുന്നു ഇന്ന്. അത് വളരെ ഫാസ്റ്റായിട്ട് ആ പ്രവൃത്തി ഞങ്ങൾ പൂർത്തീകരിക്കും. അതേപോലെ പഞ്ചായത്തിലെ മിച്ചഭൂമി കണ്ടെത്തി, മിച്ചഭൂമി പ്രധാനമായി മുണ്ടിത്തോടുള്ള മിച്ചഭൂമി, അതിൻ്റെ 50% അവിടുത്തെ പ്രദേശത്ത് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വിട്ടുതരാൻ വേണ്ടിയിട്ട് സർക്കാരിന് കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സവാദ് ഇബ്രാഹിം, അബ്ദുൽ ഹാരിഫ്, ജിബ്സ ജോബിൻ എന്നിവരും സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.